മുഅ്മിനിന് മുഅ്മിനിന്റെ ഗുണമുണ്ടാവണം, മുഅ്മിനിന് മുഅ്മിനിന്റെ ഗുണങ്ങളുണ്ടാവണം. മറ്റുള്ളവർക്ക് കിട്ടുന്ന വഴിയിലൂടെയുള്ള ഗുണമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. തിബ്ബുൽ മാഷി, തിബ്ബുൽ മാഷി എന്നാണ് നടന്നുകൊണ്ട് രോഗത്തെ ശിഫയാക്കാം. ഇപ്പൊ പ്രമേഹ രോഗം പിടികൂടിയ ഒരാൾ ഭക്ഷണം ശ്രദ്ധിച്ച്, ഉറക്കം ശ്രദ്ധിച്ച്, കുറച്ച് കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥിരമായി എല്ലാ ദിവസവും ഒരേ സമയം ഒരു നിശ്ചിത ദൂരം നടക്കുകയാണെങ്കിൽ അയാളുടെ പ്രമേഹ രോഗത്തിന് അത് വലിയ ശിഫയാകും. കുന്ന് കയറലാണ് നല്ലത്. പ്രമേഹ രോഗികൾ കുന്ന് എന്താണ് പറയാ, ജബൽ ഹിൽ, ഗുഡ്ഡെ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ബിസ്ക്കറ്റാ. ഗുഡ്ഡെ എന്തായാലും നിങ്ങളുടെ നാട്ടിലൊന്നും ഒരു ഭാഷ പഠിച്ചല്ലോ, മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഗുഡ്ഡെ അല്ലേ? അല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണം. എന്നെങ്കിലും ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് കർണാടകയിൽ വന്ന് പ്രസംഗിക്കണമെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണ്ടേ. ഗുഡ്ഡെ, മലകയറ്റം, മനസ്സിലായല്ലോ? മല കയറുക, കുന്ന് കയറുക, മല കയറുക. അപ്പോൾ കുന്ന് കയറുന്നത് ആരോഗ്യത്തെ വല്ലാണ്ട് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും അത് പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണമാണ് കുന്നുകയറ്റം. അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. ഞാനിനി ഒരു 5 മിനിറ്റ് കൂടിയേ പ്രസംഗിക്കുള്ളൂ, കാരണം നമ്മളെ സമയമായി. അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലകയറ്റിയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം ചുമക്കുന്നതിൻ്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലുള്ള ഏറ്റവും വലിയ മല കയറ്റിയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ശുഐബ് നബി അലൈഹിസ്സലാം മദിയൻ കുന്നിൻ മുകളിൽ താമസമാക്കി. അമ്പിയാക്കളുടെ ഒരു ശീലമാണ് കുന്ന് കയറൽ, മല കയറൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുബുവ്വത്തിന്റെ അനുഗ്രഹീതമായ പട്ടം നേടുന്നതിന് മുന്നേ തന്നെ, വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മക്കത്തുൽ മുക്കറമയിലെ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു എന്ന് മക്കയുടെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം. മലന്റെ മുകളിൽ കയറിയിരുന്നു എന്നതിനേക്കാൾ ആ ജബലുന്നൂർ എന്ന് ഇന്ന് പേരുള്ള പർവ്വതത്തിൽ കയറി കഅബയുടെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ശീലമാക്കണം. അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. പക്ഷെ ചെയ്തു തുടങ്ങിയാൽ എല്ലാ ദിവസവും അത് ശീലമാക്കണം. ചെയ്യുന്ന എത്ര ചെറിയ അമലും ദായിമയായി ചെയ്യണം, പതിവാക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആരോഗ്യത്തിന്റെ വർധനവിന് സഹായകമായ കാര്യങ്ങളൊക്കെയും സുന്നത്തായി നമുക്ക് കിതാബുകളിൽ കാണാം. ശമാഇൽ തിർമിദി പോലത്തെ കിതാബുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യയെയും ശരീര ഗുണങ്ങളെയും ഒക്കെ വിശദീകരിക്കുന്ന കിതാബുകൾ പരിശോധിച്ചാൽ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുന്ന കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം രാവിലെകളാണ്. പ്രഭാതങ്ങളെ, സുബ്ഹിനെ ഉപയോഗിക്കുക, ശക്തരാവുക. സമയം ചെറുതായതുകൊണ്ട് എനിക്ക് ആകെ അവസാനം പറയാനുള്ളത്, സുബ്ഹിനെ ഉപയോഗിക്കുക, നിങ്ങൾ ശക്തരാകുക. പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തുക, ശക്തരാവുക. പ്രഭാതങ്ങളെ, ഏർലി മോർണിംഗ്, സൂര്യോദയത്തിന്റെ മണിക്കൂർ മുമ്പ് തന്നെ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ദേഹശുദ്ധി വരുത്തുക, പ്രാർത്ഥനാ നിരതമാവുക, ഖുർആൻ പാരായണം ചെയ്യുക, നല്ല കാര്യങ്ങളിൽ ഇടപഴകുക, ജോലിയിൽ പ്രവേശിക്കുക. ഇതൊരു മനുഷ്യനെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് എത്തിക്കും. സുബ്ഹിനെ ഉപയോഗപ്പെടുത്തുക, പ്രഭാതങ്ങളെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ സുബ്ഹിൽ ഉണരുക, സുബ്ഹിന്റെ ദുആ നിർവഹിക്കുക. സുബ്ഹിൽ ഭക്ഷണം കഴിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷഹ്റു റമദാൻ നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. ആഫിയത്തോടെ നോമ്പെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റമദാനിന്റെ സുബ്ഹിൽ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മാതൃകയാണ്. അപ്പൊ സുബ്ഹിൽ ഉണരുക, സുബ്ഹിൽ പ്രാർത്ഥിക്കുക, സുബ്ഹിൽ ദേഹശുദ്ധി വരുത്തുക, സുബ്ഹിൽ തിന്നുക. ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി. സുബ്ഹിൽ ഉണരുക, സുബ്ഹിൽ പ്രാർത്ഥിക്കുക, സുബ്ഹിൽ ശരീരശുദ്ധി വരുത്തുക, സുബ്ഹിൽ ഭക്ഷണം കഴിക്കുക. റമദാൻ മാസം മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് കാലത്ത് പ്രത്യേകമായി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അത്താഴം. ഖുർആനിൽ ആരോഗ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിഷയം നിർത്തുവാണ്.
ഖുർആനിൽ ആരോഗ്യമുണ്ടോ? ഉണ്ട്. എന്തെന്ന് പറഞ്ഞേരി. കുലൂ, നീ ഭക്ഷണം കഴിക്കണം. കുലൂ, നീ ഭക്ഷണം കഴിക്കണം. ഏതു സമയത്താണ്, ഏതു ഭക്ഷണമാണ്, എത്ര അളവിലാണ്, എങ്ങനെയാണ്, 4 കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ അയാൾക്ക് രോഗം വരില്ല. 4 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ അയാൾക്ക് രോഗം വരില്ല. ഏത് രോഗം? ജീവിതശൈലി രോഗം വരില്ല. ഒന്നുകൂടി പറയാം, ഇതുകൾ ഓർമ്മയിൽ നിൽക്കാൻ. ആദഹ തലാസൻ ഹത്താ തഫഹമൻഹു എന്നല്ലേ പറഞ്ഞത്? 3 വട്ടം ആവർത്തിക്കുകയാണ്. 4 കാര്യങ്ങൾ അറിഞ്ഞു ഭക്ഷണം കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് രോഗം വരില്ല. കുലൂ, നീ ഭക്ഷിക്കണം. രോഗം വരാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധ മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ലോക പ്രശസ്തനായ മുഫസ്സിർ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടിയാണ് കുലൂ, നീ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ അറിയേണ്ടത് എന്താണ് കഴിക്കേണ്ട ഭക്ഷണം, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ വായ തുറക്കരുത്. വായ തുറന്ന് പിടിച്ചു ഭക്ഷണം കഴിക്കുന്നത് തെറ്റായ ശൈലിയാണ്. അപ്പൊ എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത്. വായ ചുണ്ട് പൂട്ടി വെക്കണം. വായ അടച്ചു പിടിച്ചുകൊണ്ടാണ് ചവക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? കുറെ പറയാനുണ്ട്, സമയമില്ല. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രത്യേകമായ സമയത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു, നോമ്പ് മാസത്തിൽ നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. അത്താഴം സുബ്ഹ് ബാങ്കിനോടടുത്ത സമയത്താണ് കഴിക്കേണ്ടത്. അത്താഴത്തിന് നല്ലത് പഴമാണ്. 3 കാര്യം പഠിച്ചു നിങ്ങൾ. അത്താഴത്തെ ഉപേക്ഷിക്കരുത്. 1, അത്താഴത്തിന്റെ സമയം സുബ്ഹ് ബാങ്കിന്റെ തൊട്ട് മുമ്പാണ്. 2, മൂന്നാമത്തെ എന്താണ്? അത്താഴത്തിന് പഴമാണ് നല്ലത്. അത്താഴം എന്നല്ലേ പറയും ഇവിടെ ആ നോമ്പിന്റെ അത്താള. മനസ്സിലായില്ലേ? ഇനി ആർക്കും തിരിയാണ്ടായി പോണ്ട. ഒരു അക്ഷരത്തിന്റെ മാറ്റേ ഉള്ളൂ കേട്ടാ. ഒറ്റൊരു അക്ഷരത്തിന്. എന്താ കഴിക്കുക ഇവിടെ? എന്താ കഴിക്കാം? ചോറന്നെ, പത്തിരിയ, ചോറ്, ഊണ്. അല്ല കഴിക്കല്ലേ? അത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തോളൂ നിങ്ങൾ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഓർമ്മിച്ചിട്ട് 2-3 ഈത്തപ്പഴം കഴിക്കണം. മനസ്സിലായില്ലേ? 2-3 ഈത്തപ്പഴം ഇൻഷാ അല്ലാഹ് ഈ റമദാൻ ഷഹ്റു റമദാനിൽ നമ്മൾ അത്താഴ നേരത്ത് കഴിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എങ്കിലും ഈ സദസ്സ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അത്താഴത്തിന് ഏറ്റവും നല്ലത് എന്ത് എന്ന് ആര് പറഞ്ഞു? പഴമെന്ന് റസൂലുള്ള പറഞ്ഞു പോയില്ലേ? നമ്മൾ എന്തിനത് ഉപേക്ഷിക്കണം? എൻ്റെ മുഅ്മിനീങ്ങളെ നോമ്പാരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താഴം ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾക്ക് ഷുഗർ ഉണ്ടല്ലോ, എന്താ ചെയ്യാ? അതൊരു പ്രശ്നമാണല്ലോ. ഷുഗറിന് ഈത്തപ്പഴം പ്രശ്നമല്ല. ഈത്തപ്പഴം ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഷുഗർ കൂടാണ്ടിരിക്കലുണ്ടോ? പറയ്. പേടിച്ചിട്ട് ഈത്തപ്പഴം മാറ്റി വെച്ചത് കൊണ്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ എവറി ടൈം കൺട്രോൾഡ് ആണോ? നോ. ആൻസർ നോ. പിന്നെന്തിനാ ഈത്തപ്പഴം മാറ്റി വെക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള മധുരത്തിൽ നിന്നല്ല ഷുഗർ കൂടുന്നത്. ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമുള്ള കൊഴുപ്പ്, ഫാറ്റ് മനസ്സിലാക്കണം. ഷുഗർ എങ്ങനെയാണ്? തിബ്ബുൻ നബവിയിൽ മർലുസ് സുക്കർ, പ്രമേഹ രോഗത്തെക്കുറിച്ച് വലിയ പഠനമുണ്ട്. ഔറംഗസീബ് ചക്രവർത്തിക്ക് ഷുഗർ രോഗം ഉണ്ടായിട്ട് തിബ്ബുൻ നബവി പ്രകാരം ചികിത്സിച്ച് മാറിയിട്ടുണ്ട്. ഔറംഗസീബ് ചക്രവർത്തി ഇന്ത്യ കണ്ട മുഗൾ ചക്രവർത്തിമാരിലെ മാതൃകായോഗ്യനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം പ്രമേഹ രോഗിയായിരുന്നു, ഡയബറ്റിക് ആയിരുന്നു. സൂഫി ജീവിതത്തിലേക്ക് തൊപ്പി തുന്നിയും ഖുർആൻ എഴുതിയും സ്വന്തം ഉപജീവനത്തിന്റെ മാർഗം കണ്ടെത്തുന്നതിലേക്ക്, സൂഫി ധാരയിലേക്ക് ആ മനുഷ്യനെത്താൻ കാരണം പ്രമേഹ രോഗം മാറിയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളെയും പ്രമേഹ രോഗം മാറും. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രമേഹ രോഗം മാറും. പക്ഷെ തിബ്ബുൻ നബവി സ്വീകരിക്കണം. അതിന് ബഷീർ ബഹവിയെ പോലെയുള്ള മറ്റ് ഷെയ്ഖ് മുഹമ്മദ് ഇർഫാനിയെ പോലെയുള്ള കുറേ ഉസ്താദന്മാരുണ്ട്. എനിക്ക് എല്ലാവരും പേര് കിട്ടിയിട്ടാണ്. തിബ്ബുൻ നബവി പഠിച്ച പണ്ഡിതന്മാരെ കണ്ടെത്തണം നിങ്ങൾ. മഅദനു ഷിഫ എന്ന പേരുള്ള കിതാബ് ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഉസ്താദുമാർ അറിയണിത്.
ഒരുപാട് ഉസ്താദുമാരുള്ള സദസ്സായത്. മഅ്ദനു ശിഫ കിതാബിന്റെ പേര്. ഔറംഗസീബ് ചക്രവർത്തിക്ക് പ്രമേഹ രോഗത്തിന് ചികിത്സ ലഭിച്ചു ശിഫയായ ശേഷം രചിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. അപ്പൊ കരിമ്പ്, ഏത്തപ്പഴം, ഈത്തപ്പഴം ഇതൊന്നുമല്ല ഷുഗർ വർദ്ധിപ്പിക്കുന്നത്. ബേക്കറി ഫുഡ്, എനർജി ഡ്രിങ്ക്സ്, കളറ് ചേർത്ത പാനീയങ്ങൾ, വിശക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, വിശക്കാത്ത സമയത്ത് കഴിക്കുന്ന ഭക്ഷണം, പിന്നെ ഭക്ഷണത്തിന് മേൽ പിന്നെയും ഭക്ഷണം, ഇതൊക്കെയാ ഷുഗറിൽ പ്രശ്നം. ഒരു വീട്ടിൽ ഈത്തപ്പഴമില്ലെങ്കിൽ ആ വീട് പട്ടിണിയുള്ള വീടാണെന്ന് മുഹമ്മദ് റസൂൽ. എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് നാളെ മുതൽ സമാധാനത്തോടെ ഈത്തപ്പഴം കഴിച്ചു, ധൈര്യത്തിൽ കഴിക്കുക. പക്ഷേ ഈത്തപ്പഴം കഴിച്ചാൽ അതിൻ്റെ ഉടനെ തന്നെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ തേങ്ങ കഴിക്കണം, അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കണം. ഈത്തപ്പഴം കഴിച്ച് അതിൻ്റെ പിറകെ വെള്ളം കുടിക്കുക, അത് ശരീരത്തിന് ഗുണം നൽകും. അപ്പോൾ നോമ്പ് ഏത് സമയത്താ ഭക്ഷണം ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുക? അതുകൂടി പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്തുവാണ്. ഏത് സമയത്താണ് ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്നറിയുമോ? ഈ സുബ്ഹിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം. സുബ്ഹാനല്ലാഹ്, സുബ്ഹിൻ്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി പള്ളിയിൽ സുബഹിസ്കരിക്കാൻ നിങ്ങൾ വരാവും. അത് പരിശീലിപ്പിക്കുന്ന മാസമാ റമദാൻ. നിസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല ചായ കുടിക്കേണ്ടത്, നിസ്കാരത്തിൻ്റെ മുമ്പ്. അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയാണ് കുടിക്കാറുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ? ലോകപ്രശസ്ത പണ്ഡിതനാണ്, സൂഫി വര്യനാണ്. 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകി നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാനായ ഗുരുനാഥന്മാരിൽ ഒരാൾ, എൻ്റെ പ്രിയപ്പെട്ട ശൈഖുമാരിൽ ഒരാൾ. മനസ്സിലാക്കണം, ആ മഹാനുഭാവൻ സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് റമദാനാണെങ്കിലും അല്ലെങ്കിലും ഈത്തപ്പഴവും നേന്ത്രപ്പഴവും ചായയും കഴിച്ചിട്ടേ നിസ്കരിക്കാറുള്ളൂ. അപ്പോൾ ഉസ്താദുമാരും ഇനി മുതൽ അങ്ങനെ ശീലമാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പള്ളിയിൽ അതിന് സൗകര്യം ഉണ്ടാവുമെന്ന് അറിയില്ല, മാനേജ്മെൻറ്റിൻ്റെ ആളുള്ളത് കൊണ്ട് അവർ സൗകര്യപ്പെടുത്തുമെന്ന് വിചാരിക്കുക, അല്ലേ? അപ്പോൾ ഭക്ഷണം, മനുഷ്യൻ ഒരു ദിവസത്തിൽ ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് ഏത് സമയത്തെന്ന് ഷഹ്റു റമദാൻ പഠിപ്പിക്കുന്നു. റമദാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്ന മാസമാണ്. റമദാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്ന മാസമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പൊ അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അത് ബർക്കത്തുള്ള ഭക്ഷണമാണ്. അത്താഴ സമയത്ത് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. അപ്പൊ നിങ്ങൾ പഴം കഴിക്കുക. ബേജാറും പേടിയും വിഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തിരിയോ നിങ്ങൾ സാധാരണ കഴിക്കുന്നതും കഴിച്ചോളി, ഞാനത് മുടക്കം നിൽക്കണില്ല, മനസ്സിലായില്ലേ? പക്ഷെ പഴം മാത്രം കഴിച്ച് നോമ്പെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇത്രയും കാലം റമദാൻ നമുക്ക് വേസ്റ്റായി എന്ന് പറയും. അത്ര റാഹത്തുണ്ടാവും, അത്ര റാഹത്ത് നിങ്ങൾ അനുഭവിക്കും. പഴം മാത്രം കഴിച്ച് റമദാനിൽ നോമ്പെടുക്കാൻ തുടങ്ങിയാൽ ഈ കഴിഞ്ഞു പോയ മുഴുവൻ റമദാനിലെയും ക്ഷീണങ്ങളെ, വിഷമങ്ങളെ, രാവിലത്തെ ഉറക്കിനെയൊക്കെ നമ്മൾ ആക്ഷേപിച്ചു പോകും. രാവിലെ സുബഹി കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങൽ വന്നു പോയത് എന്തുകൊണ്ടാണ്? റമദാനിലെ ഏറ്റവും മുബാറക്കായ സുബഹിന്റെ കഴിഞ്ഞ ഉടനെ 9 മണി വരെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥ നമുക്ക് വന്നത് എന്തുകൊണ്ടാണ്? പലരും റമദാനിന്റെ ഏറ്റവും ബർക്കത്ത് നേടിയ സമയം, ഉണർന്നിരിക്കേണ്ട സമയം, സൂര്യോദയ സമയമൊക്കെ ഉറങ്ങിത്തീർക്കലാണ് പതിവ്. എന്തുകൊണ്ട്? ഈ സുബഹിന്റെ തൊട്ട് മുമ്പ് കഴിക്കുന്ന അത്താഴത്തിൽ കണ്ടമാനം വയറ് നിറയുന്നതുവരെ അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഈ ഉറക്കം തൂങ്ങൽ വരുന്നത് എന്ന് തിരിച്ചറിയണം. വരുന്ന റമദാനിലെങ്കിലും ഉറക്കം തൂങ്ങൽ ഒഴിവാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ചിലയാളൊക്കെ സുബഹിന്റെ ഒരു സലാം വീട്ടി മറ്റേ സലാമിൽ കിടക്കല. അള്ളാഹു നമുക്കെല്ലാം മനസ്സിലാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം 9:15. എനിക്ക് 10 മണിക്ക് മറ്റുള്ള ഒരു ട്രെയിനിന് പോവേണ്ടതാണ്. അതുകൊണ്ട് തൽക്കാലം പ്രസംഗം നിർത്താണ്. ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി എന്നതല്ലാതെ വിഷയം പരിപൂർണമായിട്ടില്ലെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് കബൂൽ ചെയ്ത് തരട്ടെ. ഏറ്റവും നല്ല വഴിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ഒരുപാട് ഉസ്താദുമാർ ഈ നാടിൻ്റെ നന്മയുടെ പൂമരങ്ങളാണ് അവർ. ഞങ്ങളുടെ ഇസ്സത്താണ് ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ പ്രതാപവുമാണ് ഞങ്ങളുടെ ഉസ്താദുമാർ. അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അള്ളാഹുവേ, അവർക്ക് ഖൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും സലാമത്തും ഇസ്സത്തും, അവരുടെ ഇൽമിലും ഹിൽമിലും ഹിക്മത്തിലും ബർക്കത്തും, അവരുടെ മഈശത്തിൽ ഏറ്റവും